Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തീയലാണ് കേട്ടോ. പാവയ്ക്ക തീയൽ, ഉള്ളിത്തീയൽ എന്നൊക്കെ പറയുന്നത് പോലെ ചെമ്മീൻ കൊണ്ടുള്ള തീയൽ. എനിക്ക് തോന്നുന്നു ചില നാടുകളിലേക്ക് തന്നെ കൊഞ്ച് തീയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ഒരു കൊഞ്ച് തീയൽ എന്നൊക്കെ ഉണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ചെമ്മീൻ തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കൊഞ്ച് എന്ന് പറയുമ്പോൾ ചില നാട്ടിലേക്ക് ഈ പേരിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെമ്മീനാണ് ആക്ച്വലി ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വറുത്തരച്ച് നമ്മുടെ തീയൽ, നമ്മൾ ഉള്ളിത്തീയലും പാവയ്ക്ക തീയലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നോൺ വെജ് തീയൽ നോക്കാം. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് തീയലാണ്. കൊഞ്ച് തീയലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊഞ്ച് വേണം. അത് എന്തായാലും കൊഞ്ച് വേണമല്ലോ. കൊഞ്ചാണിത്. നമ്മളൊരു 1/4 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. കൊഞ്ച് അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. കുറച്ച് വലുതാണ്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ തീയലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി 1 കപ്പ് ഉള്ളി, 1 മുരിങ്ങാക്കോല് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2 തക്കാളി, ഒരു 3 പച്ചമുളക്. ഇനി വറുക്കാൻ ആവശ്യമുള്ള, ആദ്യം വറുക്കുക എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ, ഉള്ളി, ഒരു കുറച്ച് കുരുമുളക്, അതിനൊരു ടേസ്റ്റ് വരാനായിട്ടാണ്. പിന്നെ കരിവേപ്പില പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ശകലം പുളി, ഒരു എന്താ പറയുക, നെല്ലിക്കയുടെ അത്രയും. കാരണം നമ്മൾ ഓൾറെഡി തക്കാളി യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ പുളി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പുളി എടുക്കാനായിട്ട്. അപ്പോൾ വളരെ കുറച്ചൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി മാത്രമേ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ അതിനകത്തുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെള്ളം, ഉപ്പ്, അത് പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിലും ഉള്ള കാര്യങ്ങൾ തന്നെ. നമുക്കിനി ഉണ്ടാക്കാൻ നോക്കിയാലോ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി, നല്ല ചൂടാക്കി നമ്മളതിനകത്തേക്ക് തേങ്ങ ഇടുന്നു, ഉള്ളി ഇടുന്നു, കുരുമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചട്ടിയിലേക്ക് ഇടണം. ചട്ടിയിലേക്ക് നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാടൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. തീയലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നാടൻ വിഭവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് വറുത്ത്, അതുപോലെ തന്നെ തീയലിനും ഒക്കെ എടുക്കുമ്പോൾ നല്ലോണം ഉണക്ക തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. കാരണം പച്ച തേങ്ങ ആകുമ്പോൾ തീയലിന് അത്രയും രുചി കിട്ടില്ല. വറുത്തെടുക്കുമ്പോൾ അത്രയും ചുമക്ക വറക്കാനും ഒത്തിരി സമയമെടുക്കും. ഓൾറെഡി ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് വറുക്കും കിട്ടും, ആ ചുമന്ന കളറ് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക, അതുപോലെ തന്നെ തീയൽ ഉണ്ടാക്കുക, അതിനൊക്കെ നമ്മളുടെ കയ്യിലിരിക്കുന്ന വെള്ളം പോയ തേങ്ങയോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പഴയ തേങ്ങകൾ കിടക്കുന്നത് ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ട് പച്ചത്തേങ്ങ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. പിന്നെ പച്ചത്തേങ്ങ കയ്യിലുള്ളെങ്കിൽ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വേറെ ഒന്നും നമുക്കതിനകത്ത് ചെയ്യാനില്ല. പിന്നെ അത് തന്നെ ചെയ്യാം. ഒരുമാതിരി ഇതായിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കുറച്ച് ഇതൊന്ന് മാറ്റിയിട്ടിട്ട് കുറച്ച് മല്ലി മുഴുവനെയുള്ള മല്ലിയാണ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവനെയുള്ള മല്ലി. അത് മല്ലിപ്പൊടിയേക്കാളും ടേസ്റ്റ് എപ്പോഴും മല്ലി അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടൊന്ന് ആദ്യം ശേഷം അതിൻ്റെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അത് ഒരു പകുതിയോളം മൂത്തിട്ടുണ്ട്, ഒരു ചെറിയ റെഡിഷ് കളറിനോട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, തീയലിന് നന്നായിട്ട് ചുമക്ക വറക്കണം. കാരണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീയലിനെ അരയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളമോ പച്ചവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് അരയ്ക്കാൻ നിൽക്കരുത്. അല്ലാതെ തന്നെ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കണം. കാരണം ഈ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീയലിനെ, ഞാൻ പറഞ്ഞല്ലോ, ലുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തിന് എപ്പോഴും. അപ്പോൾ ആ ചുമന്ന കളറ് മാറിയിട്ട് ഒരു ചെറിയ യെല്ലോയിഷ് കളർ വരും. അപ്പം തന്നെ ആ തീയലിന് ഭംഗി പോകും. അപ്പം അതുകൊണ്ട് തന്നെ ആ ചുമന്ന കളറ് വരണം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അരച്ചിട്ടുണ്ടാവണം. നല്ല ചുമക്ക വറക്കണം. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും വെള്ളം ചേർത്ത് അരയ്ക്കാനും പാടില്ല. കാരണം മുകളിൽ എണ്ണ തെളിഞ്ഞ് വരണതാണ്, ഈ അരച്ചെടുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരണതാണ് തീയലിൻ്റെ പാകം. നന്നായിട്ട് അരയും വേണം കേട്ടോ, നന്നായിട്ട് അരയണം. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞും വരണം. അത്രയും നന്നായിട്ട് അരച്ചെടുത്താലാണ് തീയൽ നല്ല ഫൈനായിട്ടുള്ള തീയൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നോക്കും, ഒരുമാതിരി നന്നായിട്ട് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മളുടെ ഈ തീയലിന് ഈ വറുത്തെടുക്കലാണ് എപ്പോഴും. നമ്മൾ എന്തുകൊണ്ടാണ് തീയൽ മാക്സിമം ഒഴിവാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് വയ്ക്കാൻ മടിക്കുന്നത്. കാരണം അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം കിട്ടുന്ന സമയത്ത് കുറച്ച് തേങ്ങ എപ്പോഴും തിരുമ്മി അത് വറുത്ത് ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചാൽ നന്നായി ടൈറ്റായിട്ടുള്ള ബോക്സ് ആയിരിക്കണം കേട്ടോ. അല്ലാതെ കുറച്ച് വായു കയറുന്നതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതുപോലെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്കിത് കേടുകൂടാതെ, ഞാനൊക്കെ 1 വർഷത്തോളം ഈ വറുത്തുകൊണ്ട് പോയ നാട്ടിൽ നിന്നൊക്കെ വറുത്തുകൊണ്ട് പോയ തേങ്ങ 1 വർഷത്തോളം ഞാനൊക്കെ ഉപയോഗിച്ചിരുന്നു കടലക്കറി ഉണ്ടാക്കാനും തീയലുണ്ടാക്കാനും. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സ്. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. കഷ്ണങ്ങളോ എന്താ വെജിറ്റബിൾസ് ചേർത്ത് അതൊന്നും വെന്ത് കിട്ടുന്ന സമയമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പെടിപിടിയെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തീയൽ ഇഷ്ടമുള്ള ആളുകൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യം ശനിയാഴ്ച ഞായറാഴ്ച എപ്പോഴാണ് ടൈം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിരകി കുറച്ച് നല്ല ചുമക്കെ വറുത്ത് ഒരു എയർടൈറ്റ് ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, ഇത് കടലക്കറി ആണെങ്കിലും രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞ പോലെ പുട്ടാണെങ്കിലും അല്ലെങ്കിൽ അപ്പമാണെങ്കിലും കടലക്കറിയുടെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. കടല വെള്ളത്തിൽ ഇട്ടിട്ട് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ടിപ്സുകളാണ് കേട്ടോ. നന്നായിട്ട് ചുമന്നു. ഇത്രയും തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം ഓൾറെഡി ചീഞ്ചട്ടിയിൽ കുറച്ച് ചൂടുണ്ട്. നമുക്കിനി അത്രയും ചൂടിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന കാര്യമാണ് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ നമ്മൾ നോർമൽ സാധാരണ എരിവുള്ള മുളക് പൊടി അതും കുറച്ച് ചേർത്ത്. ഇപ്പം ഈ സമയത്താണ് മല്ലിപ്പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മല്ലിപ്പൊടി എടുക്കാം. ഞാൻ ഓൾറെഡി മല്ലിപ്പൊടി അങ്ങനെ ചെയ്തതുകൊണ്ട് നല്ല കുത്ത് വരുന്നു. അപ്പോൾ മല്ലിപ്പൊടി അങ്ങനെ ഇട്ടതുകൊണ്ട് നമ്മളിപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ മല്ലിപ്പൊടി ഉള്ളെങ്കിൽ ഈ സമയത്താണ് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നത്. നല്ല ചുമക്കാന്ന് നല്ല റെഡിഷ് കളർ. നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത് കഴിയുമ്പോൾ അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇനി അടുത്ത പരിപാടി അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ചട്ടിയിലേക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിതായിരുന്നു അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടാക്കി കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ എടുത്തു. വെളിച്ചെണ്ണ ചൂടാവാനുള്ള സമയം. അതിനുശേഷം ശകല കടുക് ചേർക്കുന്നു. കടുവക്കാണ് പ്രോസസ്സൊക്കെ ഈ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യം എനിക്കറിയാം. അതിനുശേഷം 2 വറ്റൽമുളക്, ഒരു വറ്റൽമുളക് കീറിയിട്ടു. കുറച്ച് കറിവേപ്പില നമ്മുടെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എത്ര വേണം എന്നുള്ളത് അത് തീരുമാനിക്കാം. എടുത്ത് കളയാനാണെങ്കിൽ പോലും വളരെ കുറച്ച് പേര് മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ. പക്ഷെ ബാക്കി മാക്സിമം ആൾക്കാർ ഇത് എടുത്ത് കളയുക. എന്നാലും അതിനൊരു ഭംഗിയാണ്. ഒരു ഡെക്കറേഷൻ ഐറ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറിവേപ്പില അല്ലേ. ഈ കറിയെ ഞാൻ പണ്ടെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കഴിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരി കായംകുളംകാരിയാണ്. അതൊരു മഞ്ജുവാണ് കേട്ടോ. പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ഈ കറി ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുള്ളത്. നമ്മളിവിടെ തീയൽ എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇട്ടാണ് കേട്ടോ. അത് പറഞ്ഞായിരിക്കും നമ്മൾ മറന്നു. ശേഷം മുരിങ്ങാക്കോല് അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊന്ന് നോക്കാം.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി 2 കുഞ്ഞ് തക്കാളി എടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, തക്കാളിയിൽ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഈ തക്കാളി ഒന്ന് മിക്സ് ആവണോടം വരെ നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ തന്നെ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി, ഉള്ളി, മുരിങ്ങാക്കോലും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ. നന്നായിട്ട് കളർ വന്നു കണ്ടോ, ഇതിനകത്ത് എണ്ണമയം ഇരിക്കണുണ്ടോ, അതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ടാകണം. അരച്ചില്ലെങ്കിൽ അതിൻ്റെ കളറേ മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് അരയ്ക്കരുതെന്നും ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണമെന്നും പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമ്മൾ അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചത് ഒന്നുകൂടി ഒന്ന് നോക്കുവാണ് കേട്ടോ എന്തായിന്ന്. അതെല്ലാം ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് ഇനി നമ്മൾ പുളിവെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെന്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ കാണിച്ച പുളി ഉണ്ടായിരുന്നു, എന്താ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്ത പുളി, ആ പുളി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ശകലം വെള്ളം കൂടി, അത് നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി ചൂട് വെള്ളം എടുക്കുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കാൻ നല്ലത്. കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഇനി നന്നായിട്ട് വേവാനായിട്ട് ഒരു കുറച്ച് നേരം ഇരുന്ന് വെന്ത് കുറുകി വരുമ്പോഴാണ് നമ്മളിനി അരപ്പിടുകയുള്ളൂ. വെന്ത് കുറുകി ആ വെള്ളം നമ്മളുടെ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ചേർക്കേണ്ട ഒന്നാണ് ഉപ്പ്. ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നു. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതുവരെ ചേർത്തില്ല കേട്ടോ. കൊഞ്ച് തീയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടതേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം, അത് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഉപ്പൊക്കെ എടുത്തിട്ടുള്ള കളി വളരെ സൂക്ഷിക്കണം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഈ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അതും കൂടി ഇടുന്നു. വലിയ കൊഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് അത് കിടക്കണ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി ചെറുതാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതുപോലത്തെ ചെറിയ കൊഞ്ചുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത്, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ആണ് ഇത് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തരുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളുടെ വീട്ടിലധികം നോൺ വെജ് കറി ഉണ്ടാക്കാത്തൊരു ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ലായിരുന്നു. തീയലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഉള്ളിത്തീയൽ അല്ലെങ്കിൽ പാവയ്ക്കാത്തീയൽ മാക്സിമം അവിടെ നിൽക്കുന്നതായിരുന്നു. പിന്നെ പുള്ളിക്കാരിയാണ് ഈ നമ്മൾ വേറൊരു നാട്ടിൽ പോയി ജീവിക്കുമ്പോഴാണല്ലോ ഫ്രണ്ട് സർക്കിളിൽ എത്രത്തോളം വാല്യുബിൾ ആണെന്ന് അറിയണത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ പുള്ളിക്കാരി ഇതുപോലെ ഉണ്ടാക്കി തന്ന് അങ്ങനെ ടേസ്റ്റ് പിടിച്ചുണ്ടാക്കിയ കറി. അപ്പോൾ എപ്പോൾ പുള്ളിക്കാരിക്ക് ചെമ്മീൻ കിട്ടിയാലും പുള്ളിക്കാരി എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ് കൊഞ്ച് തീയൽ. എടോ ഞാൻ കൊഞ്ച് തീയലാണ് ഉണ്ടാക്കി എന്നും പറഞ്ഞ് എപ്പോഴും എനിക്ക് തരുമായിരുന്നു. ആ ഒരു ടേസ്റ്റ് പിടിച്ചുണ്ടാക്കിയ കറികളാണത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കിനി ഒരു കാര്യം ചെയ്യാം, അരപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അരപ്പങ്ങ് ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അരച്ച് വച്ച അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് സിമ്മിലിട്ട് കുറേ നേരം ഇരുന്ന് തിളച്ച് വറ്റി കുറുകി നമ്മളുടെ രീതിക്ക് തീയലിൻ്റെ പരുവത്തിലേക്ക് എത്തും. അതിനൊരു കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കടുക് വറുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കടുക് വറക്കേണ്ട പരിപാടിയില്ല. ഈ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കും എന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഇനി വലിയ പരിപാടിയില്ല. ഇതിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോവാം, പ്രശ്നമൊന്നുമില്ല. സിമ്മിലാക്കി ഇടണം. എവിടെയെങ്കിലും പാന്ന് പറയുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് പാന്ന് വിചാരിക്കരുത്. സിമ്മിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സിമ്മിലിട്ടതിന് ശേഷമേ മാറാവുള്ളൂ. നമ്മളാദ്യം ഉപ്പ് നോക്കുക, ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നുള്ള കാര്യം നോക്കുക.
ഇത് ചിലർ ഈ സമയത്ത് ഇത്തിരി മസാല യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ മസാലയുടെ ടേസ്റ്റ് പിടിക്കില്ല പുളിയുള്ള കറിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസാല യൂസ് ചെയ്യുന്നില്ല. തിളയ്ക്കുന്നതിനകത്തേക്ക് കുറച്ചുകൂടി കരിവേപ്പില. നമ്മുടെ സ്വന്തം വീട്ടിലെ കരിവേപ്പില ആയതുകൊണ്ടും കരിവേപ്പില നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ടും പിന്നെയും നമ്മൾ കരിവേപ്പിലകൾ ഇടുന്നു. അതിൻ്റെയൊക്കെ സത്തങ്ങ് ഇറങ്ങട്ടെ കേട്ടോ. കറിക്ക് ടേസ്റ്റ് വേണ്ടേ. അവിടെ കിടന്നിന് വെന്ത് നന്നായിട്ട് തിളച്ച് കുറുകി നമ്മളുടെ തീയലിൻ്റെ പരുവത്ത്. തീയൽ വലിയ നീളമുള്ള കറിയല്ല, ചെറിയ കുറിയ കറിയാണ്. അപ്പോൾ ആ കുറിയ പരുവത്തിലേക്ക് എത്തണോളം വരെ വെയിറ്റ് ചെയ്യണം. അത് പതുക്കെ നമുക്കൊരു അടപ്പെടുത്ത് അടച്ചു വയ്ക്കാം. നമ്മൾ വെന്തു ഇതുണ്ടോ, നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് എത്തി. ഇനി ചട്ടിയിലിരുന്ന് കുറുകി ഒന്നുകൂടി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇത്രയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിച്ച കളറ്, ലുക്ക്, അതിനേക്കാളേറെ ടേസ്റ്റ്, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തീയലാണിന്ന്. അപ്പോൾ എന്താ പറയുക, ഇതിന് ഓഫ് ചെയ്തതിന് ഇപ്പം ഓഫ് ചെയ്ത് വന്നിട്ട് തിളക്കണ ആ ചട്ടിയുടെ ചൂട് കാരണം തിളക്കണാണ്. അത് അവിടെ ഇരുന്ന് കുറച്ചുകൂടി കുറച്ച് നേരം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇവിടെ സെറ്റാവും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ വറ്റി കുറുകി നമ്മുടെ തീയലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, അത് നമ്മളിനി വിളമ്പുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് നോക്കിയാൽ അറിയാം ശരിക്കും വറ്റി കുറുകി നല്ല എന്താ പറയുക, തീയലെന്ന് പറഞ്ഞാൽ കട്ടി രീതിയിൽ തന്നെ ഇരിക്കുന്ന തീയലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.